ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇറ്റ്സ് മീ പ്രസീത. അപ്പം ഇന്ന് നമ്മളൊരു പുതിയൊരു ഔട്ടിംഗ് വ്ളോഗാണ്. നമ്മളിന്ന് പോവാൻ റെഡി ആയിട്ടിരിക്കുന്നത്. നമ്മൾ മോളായിട്ട് എഴുത്തിനിരുത്താൻ പോവുകയാണ്. മോളുടെ വിദ്യാരംഭമാണ്. അപ്പം നമ്മളിതാ ബസ്സിൽ പോകാൻ വേണ്ടിയിട്ട് ബസ്സും കാത്തിട്ടുള്ള നിൽപ്പാണ്. അപ്പം തിരുവുള്ളക്കാവ് അമ്പലം കേട്ടോ, തൃശ്ശൂർ കഴിഞ്ഞ് ചെറുപ്പ് ഭാഗത്തായിട്ടാണ് അമ്പലം. എഴുത്തിനിരുത്തിന് പേര് കേട്ട ഒരു അമ്പലമാണ് കേട്ടോ, എല്ലാവർക്കും അറിയുണ്ടാവും. അപ്പോൾ എല്ലാ ദിവസവും അവിടെ എഴുത്തിനിരുത്തും കേട്ടോ, അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ സംസാരത്തിന് എന്തെങ്കിലും വൈകല്യമുള്ളവർക്കൊക്കെ അവിടെ ഒരു പ്രത്യേകതരം വഴിപാടൊക്കെ ഉണ്ടെന്നാണ് അവിടെ അറിഞ്ഞത് കേട്ടോ. അപ്പോൾ എഴുത്തിനൊക്കെ ഇരുത്താൻ ആ സമയത്ത് പറ്റാത്തവർക്ക് ഈ അമ്പലത്തിൽ പോയിട്ട് എഴുത്തിനിരുത്താവുന്നതാണ്. അപ്പോൾ അത് അമ്പലത്തിൻ്റെ അവിടെ ഇറങ്ങി ഒരു 2 അടി അങ്ങോട്ട് നടക്കാനുണ്ട്. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അമ്പലത്തിലെത്തിയിട്ടോ. അപ്പോൾ അവിടെ നമ്മൾ അമ്പലത്തിൽ ഇതിനുള്ള ഷീറ്റൊക്കെ ആക്കി വിദ്യാരംഭത്തിന് ഇതാ തിരുമേനി എഴുത്തിക്കാണ്. ചില അക്ഷരങ്ങളൊക്കെ പറയണ്ടായിരുന്നു കേട്ടോ, ചിലതൊന്നും നമ്മൾക്ക് പറയാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്നാലും കാര്യമൊന്നും ചെയ്യാണ്ട് നല്ല കുട്ടിയായിട്ട് ഇരുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. അരിയിൽ ഇങ്ങനെ എഴുതിക്കും, അതാണ് നമ്മുടെ ചടങ്ങ്. എന്നിട്ട് ആ അരി നമുക്ക് കുറച്ചൊരു കവറിലിട്ടിട്ട് വീട്ടിലേക്ക് കൊടുത്തയക്കും. എന്നിട്ട് നമ്മളൊരു 3 ദിവസം വീട്ടിലും എഴുതിക്കണം. പിന്നെ അരി പായസം വെച്ച് കൊടുക്കണം. അതാണ് അവിടുത്തെ ഒരു രീതി. അപ്പോൾ അത് ഫോട്ടോ എടുക്കാൻ വിളിച്ചിട്ട് ദേഷ്യം വന്നിട്ട് പോവാണ് കേട്ടോ. അപ്പം അമ്മ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പട്ടുപാവടയൊക്കെ ഇട്ട് മുല്ലപ്പൊക്കെ വെച്ച് നല്ല സുന്ദരി മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. അതിനിടയിൽ ഇതാ കുറച്ച് കുറുപ്പൊക്കെ കാട്ടിയിട്ട് ഇരിപ്പുണ്ട് മോള്. അപ്പം നമ്മുടെ അനിയത്തിക്കുട്ടി തന്നെയാണ് കേട്ടോ പട്ടുപാവാട അടിച്ചത്. അപ്പോൾ നന്നായി ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് നമുക്കൊന്ന് സൂവിൽ കയറാമെന്ന് വിചാരിച്ചു. തൃശ്ശൂർ സൂ ആണ് കേട്ടോ. അപ്പോൾ അവിടെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ 2 ടിക്കറ്റ് എടുത്തു. അകത്തേക്ക് കയറിയപ്പോൾ മോൾ ആദ്യമായിട്ടാണ് സൂവിലേക്ക് വരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് സന്തോഷമുള്ള ഏരിയകൾ നമ്മുടെ സൂ പാർക്കൊക്കെയാണല്ലോ. അപ്പോൾ അവിടേക്ക് തന്നെ പോകാമെന്ന് കരുതി.
എന്തെങ്ങനെ കെടുക്കുന്നത് അങ്ങനത്തെ പല പല സംശയങ്ങളും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഇപ്പം മോള്. അലനും പിന്നാലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതൊരു സൗണ്ട് ഉണ്ടാക്കി കേട്ടോ പെട്ടെന്ന്. അതെനിക്ക് ഇതിൽ എടുക്കാനും പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാർക്കിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ അവിടെ ചെരുപ്പ് ഊരിയിടണം എന്ന് പറഞ്ഞു. പാർക്ക് കണ്ട പാടെ നമുക്കതിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് രണ്ടാൾക്കും ഒരു തൊയ്രം ഉണ്ടായിരുന്നില്ല. മോൾക്കാണെങ്കിൽ ഒരു പേടിയില്ല കേട്ടോ. സ്ലൈഡിലൊക്കെ കയറാൻ ഭയങ്കര ഉത്സാഹമായിരുന്നു. എന്തായിരുന്നു ചിരിച്ചിട്ട് രണ്ടാളും കൂടിയിട്ട് ഇപ്പം നിരങ്ങി വരല്ലേ. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് കേട്ടോ മോൾ സ്ലൈഡിലൊക്കെ നിരങ്ങുന്നത്. പിന്നെ ഇതാ ഊഞ്ഞാലാടാനൊക്കെ ഒരു വീഴുന്നുള്ളൊരു പേടിയേ ഉണ്ടായിരുന്നില്ല. ഇനി വേണം ഇറങ്ങണ്ട പോവണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മൾ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു, ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ടും പിന്നെയും സ്ലൈഡിൽ തന്നെ കയറണം പറഞ്ഞിട്ട് അതിന് ഇറങ്ങാൻ പെട്ട പാട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വലിയ വലിയ അനിമൽസിൻ്റെ അടുത്തേക്കാട്ടോ പോയത്, അതായത് വൈൽഡ് അനിമൽസിൻ്റെ അടുത്തേക്ക്. അപ്പോൾ പുലീനൊക്കെ കണ്ടാൽ പേടിക്കോ ഇല്ലയൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ആൾക്കൊരു കുലുക്കം ഉണ്ടായിരുന്നില്ല കേട്ടോ. പുലി എന്നൊക്കെ പുലീനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചുറ്റുള്ളവരൊക്കെ നോക്കി ചെറുക്കണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ. നല്ല ചെടികളും വലിയ വലിയ മരങ്ങളൊക്കെ ആയിട്ട് മുള കൊണ്ടൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. പിന്നെ ചൂടൊന്നും അറിയേയില്ല അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാലും. അപ്പോൾ മോളിത് ആ പട്ടുപാവാടയൊക്കെ ഇട്ട് നല്ല കുണുങ്ങി നടക്കണം, ഓടണമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പേര് മിഥുൻ എന്നാണ് കേട്ടോ. പേരെന്താന്ന് ഞാൻ മറന്നുപോയി. മിഥുൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു വലിയൊരു കൂറ്റനായിരുന്നു ഇത്. ഇതാ പുലി കേട്ടോ. പുലിയുടെ പകുതിയുള്ളൂ. ആളെന്തോ ഇറച്ചി കൊടുത്തിട്ട് തിന്നുന്ന ടൈമായിരുന്നു. അത് കാരണം തിരിഞ്ഞ് നോക്കുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുലിയെന്ന് കുറേ പ്രാവശ്യം മോളെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കണേ ഇല്ല കേട്ടോ. പിന്നെ കുരങ്ങനെ കണ്ടപ്പോൾ നല്ല എന്താ പറയുക, ആൾക്ക് ആ കുരങ്ങൻ്റെ ഇരുത്തവും അവരുടെ ആ ചാടിയിട്ട് കയറലൊക്കെ കേട്ടപ്പോൾ ചിരിച്ചിട്ട് അയ്യോ അമ്മ കുരങ്ങച്ചൻ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കുരങ്ങനെ തന്നെ കുറേ നേരം നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ കുറച്ച് നീണ്ടുപോയി എന്നറിയാം. എന്നാലും ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത തന്നെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.